11 സങ്കീർത്തനം. ഈ കോൺഫിഡൻസ് ഇൻ ഗോഡ്, ദൈവത്തിലുള്ള ഒരു ശരണത്തിന്റെ സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 1 വാക്യം തുടങ്ങുന്നത്, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ ശരണമാക്കുക. അത് എത്ര മനോഹരമാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ ഏറ്റവും അനുഗ്രഹമാണത്. ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ രാഗത്തുക. ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള ശരണം. യെരമ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. അത് ആ ഭാഗ്യാവസ്ഥ എങ്ങനെ അവർണ്ണനീയമാണ്. കാരണം എന്തു വന്നാലും നമ്മെ സഹായിപ്പാൻ കഴിയുന്നൊരു സ്നേഹിതന് വല്ല ആശ്രയിച്ചാലോ ലോകത്തിൽ ആശ്രയിച്ചാലോ എല്ലാം ഒരു പരിധിയുണ്ട്, പരിമിതികളുണ്ട് എല്ലാറ്റിനും. നമ്മൾ വിചാരിക്കുന്നവർ നമ്മളെന്നും നമ്മൾ ഓർക്കണമെന്നില്ല. ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതന്മാർ പോലും അകന്നു പോയെന്ന് വരും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരിക്കലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയാലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്നത് ദൈവം. സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നമ്മെ മെനഞ്ഞ അവൻ്റെ കാര്യങ്ങളിൽ നമ്മളെ തന്നെ അർപ്പണം ചെയ്തുകൊണ്ട് അവനെ തന്നെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നിശ്ചയമായും തുടർന്നുള്ള വാക്കുകളെല്ലാം നമ്മൾ കാണുന്നതാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുമ്പിൽ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, ഇത് സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു, സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചു. എല്ലാ സാക്ഷ്യങ്ങളാണ്, അതെല്ലാം ജീവിത അനുഭവങ്ങളാണ്. വെറുതെ വിശ്വസിക്കുകയല്ല, വിശ്വസിക്കുന്നതിലുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിലുള്ളതായി വരികയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം അനുഭവമാക്കി തരിക. ടേസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ. ഭാരമായിട്ട് ദൈവസന്നിധിയിൽ ചെല്ലുന്നു, പ്രാർത്ഥനയിൽ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുന്നു. നമ്മൾ ഭാരരഹിതരായിട്ട് മാറുന്നു, വെയ്റ്റ്ലെസ് ആയിട്ട് മാറി നമ്മൾ ദൈവത്തിലേക്ക് അടുത്ത് വരുന്നു. ദൈവം തൻ്റെ പദ്ധതി നമ്മളിൽ കൂടെ ഉറപ്പാക്കും. എന്തെല്ലാം ജീവിത സാഹചര്യം കൂടെ ദാവീദ് കടന്നു പോവുകയാണ്. അത് ഒരു മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. എന്നും ഒരേ രീതിയിലല്ല. അല്ല, ഒരു വാഹനം ഓടിക്കുമ്പോൾ അറിയാം, അത് നിരപ്പായ പ്രദേശങ്ങളാണെങ്കിൽ പോലും ഈ ഗിയറുകൾ പല 4th ഗിയർ 4 ഗിയറൊക്കെ കൊടുത്തിരിക്കും. എന്തിനാ? മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായത് വരും. ഒരു വാഹനം നിർമ്മിക്കുമ്പോൾ അതിനകത്ത് ലൈറ്റ് ഫിറ്റ് ചെയ്യുക, എന്തിനത് ഇരട്ടത്ത് കൂടി പോകേണ്ടി വരും. അപ്പം ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മനുഷ്യൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് ഏത് പ്രതിസന്ധികൾ അതിജീവിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മളെ ബുദ്ധി ഉപദേശിച്ച് വഴി നടത്തും. കർത്താവേ, അടയ്ക്കേണ്ടുന്ന വാതിൽ അടയ്ക്കണമേ, തുറക്കേണ്ടവ തുറക്കണമേ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം, ദൈവത്തിൽ ശരണപ്പെടാം, ദൈവത്തിൽ സങ്കേതപ്പെടാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അപ്പോൾ നിങ്കിലുള്ള ശരണം, അതാണ് ഞങ്ങളുടെ ആശ്രയം. ഞങ്ങൾ നിന്നെ ശരണപ്പെടുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം ചുമക്കുന്ന ഒരു നല്ല ദൈവമാണ് നീ എന്നുള്ളതിനാണ് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് തിരുവെഴുത്തിനായി സ്തോത്രം. നിങ്ങൾ ചിന്താകുലപ്പെടരുത്, നിങ്ങളുടെ ആ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുള്ളൂ എന്ന് തിരുവെഴുത്ത് ഞങ്ങളോട് പറയുമ്പോൾ, നീ ഞങ്ങളുടെ സങ്കേതമാകുമ്പോൾ, ശരണമാകുമ്പോൾ ഞങ്ങൾക്ക് ആ ദിവ്യ സമാധാനം ഞങ്ങളിലൂടെ പകർന്നു തരുമെന്നുള്ളതിനാണ് ഞങ്ങൾ ഞങ്ങളെ സ്തുതിക്കുന്നു. യേശുവേ, ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി തന്നെ ജീവനെ തന്ന് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. നിന്റെ തിരുരക്തങ്ങളെ പൊതിയണമേ, എല്ലാ നന്മകളാണ് നിറയ്ക്കണമേ, മഹത്വത്തോടെ മാത്രം എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ.